രസമായിട്ടുള്ളൊരു ക്യാരക്ടറാണ്, ഒരു കുറുക്കൻ്റെ ഒരു സ്വഭാവം ഉള്ളതാണ് ഈ ദേവരാജ്. എനിക്ക് തോന്നുന്നു അങ്ങനത്തെ ഒരു ആക്ഷൻ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. എനിക്കും ഭയങ്കര ഇൻസ്പിറേഷനുള്ള ഒരു മൊമെൻ്റ് ആയിരുന്നു ഉണ്ണി ചെയ്തേക്കുന്ന ഓരോ കാര്യങ്ങളും. എല്ലാ ദിവസവും എനിക്കും തന്നെ മമ്മൂക്കിനെ കാണാൻ ഇന്ന് പറ്റുമല്ലോ എന്നുള്ളൊരു സംഭവം സന്തോഷത്തിലാണ്. എന്നെക്കാളും ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും നേരിടുന്ന ഇപ്പോഴും ഒരുപാട് പേര് അവിടെ ഉണ്ട്. നമ്മുടെ ഈ ഇൻ്റർവ്യൂ കാണുന്ന ആൾക്കാർ തന്നെയുണ്ട്. ബ്രെയിൻ ട്യൂമർ ഉണ്ടായിരുന്നു, ഒരു 57 സ്റ്റിച്ച് ഉണ്ട് കേട്ടോ ബാക്കിൽ, ചെറുതെന്ന് പറഞ്ഞാലും. പിന്നെ എങ്ങാനും ജീവിക്കുകയാണെങ്കിൽ ഒരു സീനിലെങ്കിലും അഭിനയിക്കണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, അത് ഒരു സൂപ്പർ ഹീറോ സിനിമയല്ല, ഇറ്റ്സ് എ വയലൻറ്റ് മൂവി എന്ന് കണ്ടാണ്. ഇന്ന് റിപ്പോർട്ടർ ടിവിക്കൊപ്പം ചേരുന്നത് മാർക്കോ എന്ന സിനിമയിൽ വില്ലൻ കഥാപാത്രമായി എത്തിയ മലയാളത്തിൻ്റെ സുന്ദരനായ നിഷ്കളങ്കനായ നടൻ ആൻസൺ പോളാണ്. നമസ്കാരം. നമസ്കാരം അജയ്, സുഖമായിരിക്കുന്നല്ലേ? ആദ്യം തന്നെ മാർക്കോ എന്ന് തന്നെ ചോദിക്കാം. ഇപ്പോൾ സിനിമ വലിയ വിജയം നേടി തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പല സംസ്ഥാനങ്ങളിലും പല ഭാഷകളിൽ ഡബ് ചെയ്ത് സിനിമ റിലീസ് ചെയ്തു. ഒരുപാട് അക്സെപ്റ്റൻസ് ഇപ്പോൾ കിട്ടുന്നുണ്ട്. ഈ ഒരു അവസരത്തിൽ എന്ത് തോന്നുന്നു മാർക്കോയുടെ വിജയത്തിൽ? സന്തോഷം. എന്നുവെച്ചാൽ നമ്മൾ ഇങ്ങനത്തെ ഒരു സിനിമ എടുക്കുന്ന സമയത്ത് അത് എത്രത്തോളം ആക്സെപ്റ്റ് ചെയ്യും എന്നുള്ളതിൻ്റെ ഒരു പേടി ഉണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ ജ്യേഷ്ഠതുല്യനായ ഷെറീഫ് മുഹമ്മദ്, ഞാൻ എച്ചാക്കാന്ന് വിളിക്കുന്ന പുള്ളിക്കാരൻ്റെ ആദ്യത്തെ പ്രൊഡക്ഷനാണ് ക്യൂബ്സ് എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ ബാനറിൽ. അപ്പോൾ ഒരു സർട്ടിഫൈഡ് സിനിമ, അത് ഇത്രയും ചെലവ് ചെയ്തെടുക്കുമ്പോൾ അത് എങ്ങനെയാണ് ആക്സെപ്റ്റ് ചെയ്യുന്നത്? ബിക്കോസ് ഓഫ് ദ ബ്ലഡ് ഷെഡ് കാരണമാണല്ലോ നമ്മളത് സർട്ടിഫൈഡ് ആയത്. അപ്പോൾ ആ വയലൻസും കാര്യങ്ങളൊക്കെയും അന്യഭാഷകളിലും അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ സിനിമ വേൾഡിലൊക്കെ നമ്മൾ കണ്ടേക്കുന്നതാണ്. ഒരുപാട് കൊറിയൻ മൂവീസും ഒരുപാട് ഇംഗ്ലീഷ് പടങ്ങളിനകത്തൊക്കെയും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണ്ട് നമ്മൾ അമ്പരപ്പിച്ച് നമ്മൾ ഇരുന്നേക്കുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അതുപോലത്തെ ഒരു സംഭവം നമ്മുടെ ഇവിടെ നിന്ന് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടായിരിക്കും? അതിന് നമ്മുടെ പ്രേക്ഷകർ എത്രമാത്രം ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ അത് പ്രേക്ഷകർ വളരെ രസമായിട്ട് ആക്സെപ്റ്റ് ചെയ്ത് അതിനെ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് അറിഞ്ഞതിൽ വലിയൊരു സന്തോഷമാണ്. ബിക്കോസ് അത് നമ്മുടെ പ്രേക്ഷകരുടെ ഒരു ചിന്താഗതിയും മാറുന്നുണ്ട്. പ്രേക്ഷകരും അങ്ങനത്തെ ഒരു സിനിമകൾ നമ്മുടെ ഭാഷകളിൽ നിന്ന് വരുന്നുണ്ട്, ആക്സെപ്റ്റ് ചെയ്യുന്നു എന്ന് അറിയുമ്പോൾ വളരെ സന്തോഷമുള്ള. തീർച്ചയായിട്ടും മാർക്കോയ്ക്ക് മുമ്പ് ആണെങ്കിലും വേറെ പല ഭാഷകളിലെ സിനിമകൾ കണ്ട് ശീലിച്ച മലയാളികൾ ഇപ്പോൾ മലയാളത്തിലൊരു ഇതുപോലൊരു വയലന്റ് ഫുൾ ആക്ഷൻ ഒരു മൂവി വരുമ്പോഴത്തേക്കും സ്വീകരിക്കുന്നുള്ളത് വലിയ കാര്യം തന്നെയാണ് അല്ല? നിങ്ങൾക്ക് അതിലൊരു ഒരുപാട് എന്താ തോന്നുന്നൊരു ഒരു കോൺഫിഡൻസ് ആണ്. പിന്നെ നമുക്ക് നമ്മളെ ആക്സെപ്റ്റ് ചെയ്തു എന്നുള്ളതിൻ്റെ ഒരു സംഭവം കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് സന്തോഷമാണ്. ഇപ്പം നല്ല നല്ല സിനിമകളുടെ ഭാഗമാവാനും നല്ല സിനിമകൾ ചെയ്യാനുള്ള ഒരു അനുഗ്രഹം ഉണ്ടാവട്ടെ. ഇപ്പോൾ നോർത്ത് സ്റ്റേറ്റ്സിലൊക്കെ വരുമ്പോഴത്തേക്കും ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഹിന്ദി വെർഷൻ ഇപ്പോൾ ഡബ് ചെയ്ത് ഇറങ്ങിയിട്ടുള്ളൂ. അപ്പോൾ അവിടുത്തെ ബേബി ജോൺ പോലുള്ള സിനിമകളൊക്കെ മാറ്റി ഒരുപാട് സ്ക്രീനിൽ ഇപ്പോൾ മാർക്കോയ്ക്ക് ലഭിക്കുന്നുണ്ട്. ഹിന്ദി ശരിക്കും പറഞ്ഞാൽ ഇവിടെ റിലീസായ അന്ന് തന്നെ അവിടെയും റിലീസായതാണ്. പക്ഷേ ഒരു സിനിമ ആസ് മൗത്ത് പബ്ലിസിറ്റി ആണല്ലോ. ഇപ്പോഴാണ് ആ സിനിമയെ പറ്റി എല്ലാവരും സംസാരം തുടങ്ങിയത്. അപ്പോൾ സംസാരം തുടങ്ങിയതും നമ്മുടെ കേരളത്തിൽ നിന്നാണ്. കേരളത്തിലെ ഒരു വേവ് കാരണം തന്നെയാണ് അവിടെയൊക്കെയും സംസാരം ഉണ്ടായത്. അപ്പോൾ ഇവിടെ ഇതിനെ നല്ല രീതിയിൽ ആക്സെപ്റ്റ് ചെയ്ത് എല്ലാവരും സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ അന്യസ്ഥലത്തും അതിനെ ആക്സെപ്റ്റ് ചെയ്ത് അവർ സംസാരിക്കാൻ തുടങ്ങി. നമുക്കിപ്പോൾ കൂടുതൽ സ്ക്രീൻസൊക്കെ തരുന്നുണ്ട്. സോ വലിയൊരു സന്തോഷമുണ്ട്. ഈ 18+ മൂവീസ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഫാമിലി ഓഡിയൻസ് കയറും, അങ്ങനെ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ റിലീസ് സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാവുമല്ലോ. കൂടുതൽ യങ്സ്റ്റേഴ്സ് ആയിരിക്കും ഇങ്ങനത്തെ പടങ്ങൾ പ്രിഫർ ചെയ്യുക കാണാൻ. അങ്ങനെ ഒരു ടെൻഷൻ ലൈക്ക് ഇപ്പോൾ അണിയറ പ്രവർത്തകരുടെ ഭാഗത്താണെങ്കിലും ആക്ടേഴ്സിൻ്റെ ഭാഗത്താണെങ്കിലും അങ്ങനെ എന്തെങ്കിലും ടെൻഷൻ തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. ബിക്കോസ് ഇങ്ങനത്തെ ഒരു സിനിമ ഇച്ചാക്ക പ്രൊഡ്യൂസ് ചെയ്യുന്ന തന്നെ എനിക്ക് ഏറ്റവും വലിയൊരു ടെൻഷനായിരുന്നു. പുള്ളിയുടെ ഗട്ട്സും പുള്ളിയുടെ ഒരു കോൺഫിഡൻസ് ആയിരുന്നു ഈ സിനിമ ഇങ്ങനെ തന്നെ ചെയ്യണം, ഇതിനകത്ത് ഏറ്റവും ബെസ്റ്റായിട്ട് നമുക്കൊരു അതിൻ്റെ ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് നമുക്ക് കൊടുക്കാൻ വേണ്ടി. ഇപ്പോൾ സിനിമയായിട്ട് കാണുക, അപ്പോൾ അതിൻ്റെ ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് കൊടുക്കാൻ വേണ്ടി അതിൻ്റെ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് അതിനെ ചെയ്യാം എന്നുള്ള രീതിയിലും അതിന് വേണ്ടിയിട്ട് പുള്ളിക്കാരൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. റൈറ്റ് ഫ്രം ദ സെൻസർ ബോർഡിൽ തുടങ്ങിയിട്ട് എല്ലാവരുടെ അടുത്തും അവർക്കെല്ലാവർക്കും നമുക്ക് താങ്ക്സേ പറയാം. ബിക്കോസ് ഇവരെല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്ത കാരണമാണ് ഈ സിനിമ എല്ലാവരും രണ്ട് കൈയും നീട്ടി സ്വീകരിക്കാവുന്ന രീതിയിൽ ആയി. അല്ലെങ്കിൽ ആ സാധനങ്ങളൊക്കെ കട്ടായി പോയിരുന്നെങ്കിൽ നമുക്ക് പറയുന്ന സാധനങ്ങളൊന്നും ഇല്ല. മനസ്സിലായില്ല. ഇത്രമാത്രം ഹാർഡ് വർക്കും ഇത്രമാത്രം എഫേർട്സും ആൾക്കാരിട്ടതൊന്നും കാണാതെ പോയേനെ. പക്ഷെ അതിനൊക്കെ ഒരു ലോജിക് ഉണ്ടായിരുന്നു. ഇപ്പം നമ്മൾ വയലൻസ് കാണിച്ചതിന് ഒരു ലോജിക് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെയും അവർ അതിൻ്റെ രീതിയിൽ എല്ലാത്തിനും വർക്കൗട്ട് ആയതായിരുന്നു. ഇതിൻ്റെ എല്ലാവരുടെയും ഇറ്റ്സ് എ ടീം വർക്ക് എന്ന് വേണമെങ്കിൽ പറയാം. സോ അതിന് ഏറ്റവും മെയിനായിട്ടുള്ള പുള്ളി പ്രൊഡ്യൂസറാണ്. അപ്പോൾ പുള്ളിക്കാരൻ വെച്ച ഒരു ട്രസ്റ്റാണ്
ഈ സിനിമ ഇങ്ങനെ ഉണ്ടായി. സോ അപ്പോൾ ഈ ആൻസൺ പോളിനെ ആക്ച്വലി ചെയ്യുമ്പോൾ ഈ ദേവരാജ് എന്ന് പറഞ്ഞ ക്യാരക്ടറിലേക്ക് ഹനീഫ് അദേനി തന്നെ ആദ്യം ചൂസ് ചെയ്യുമായിരുന്നു, അതോ വേറെ രീതിയിൽ സിനിമയിലേക്ക് മാർക്കോയിൽ എത്തിപ്പെടുകയാണ് ചെയ്തത്? ഈ സിനിമയിൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഏറ്റവും അവസാനമാണ് ഈ ക്യാരക്ടറിലോട്ട് വരുന്നത്. ബേസിക്കലി ഞാൻ ഈ സിനിമയുടെ ഭാഗമാണ്, പ്രൊഡക്ഷൻ്റെ ഭാഗമായിട്ട് ചാക്കയുടെ കൂടെ തന്നെ ഉണ്ട്. എന്ന് വെച്ചാൽ ഞാൻ വേറെ അന്യഭാഷ സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു, പിന്നെ ബാഡ് ബോയ്സ് മലയാളം ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെ നടുക്കിലാണ് ഈ സിനിമയുടെ ഷൂട്ടിംഗ് നമ്മൾ പ്ലാൻ ചെയ്തത്. പിന്നെ പെട്ടെന്നാണ് ഈ ക്യാരക്ടർ ശരി ഓക്കെ ആൻസിനെ വെച്ച് ചെയ്താൽ നന്നായിരിക്കും എന്ന് ഹനീഫൊക്കെ പറയുണ്ടായി. പക്ഷേ എൻ്റെ അടുത്ത് പറഞ്ഞു, പുള്ളിക്കാരൻ പറഞ്ഞു ഇത്രയേ ഉള്ളൂ, നിൻ്റെ ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം നമുക്ക് വളരെ കുറച്ച് ദിവസം കൊണ്ട് ഒരു സാധനം ചെയ്യാം, പക്ഷേ നല്ല രീതിയിൽ ഉണ്ടായിരിക്കും. വെറുതെ വന്നു പോകുന്നൊരു ക്യാരക്ടർ അല്ലായിരുന്നു, ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ക്യാരക്ടർ തന്നെയായിരുന്നു സിനിമയിൽ. അതെ അതെ. അപ്പോൾ അത് എനിക്ക് കുറച്ചും കൂടി കൂടുതൽ അഭിനയിക്കണമെന്നുണ്ടായിരുന്നു, കൂടുതൽ ഉണ്ടാവണമെന്നുണ്ടായിരുന്നു. പക്ഷേ ബാക്കി സിനിമകളൊക്കെ ചെയ്യുന്നതിനും എനിക്ക് അതിൻ്റെ സമയം കിട്ടിയില്ല. അപ്പോൾ അങ്ങനെ ഒരു രസമായിട്ടുള്ളൊരു ക്യാരക്ടറാണ്, ഒരു കുറുക്കൻ്റെ ഒരു സ്വഭാവം ഉള്ളതാണ് ദേവരാജ്. പിന്നെ ദേവരാജ് എന്ന് പറഞ്ഞ ഈ പേരും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ ദളപതിക്കകത്ത് മമ്മൂക്കയുടെ ദേവരാജ്. സോ ദേവരാജ് ഇസ് ഓൾവേസ് ക്ലോസ് ടു. അതുപോലെ ഈ കോആക്ടേഴ്സ് ഇപ്പോൾ ജഗദീഷന്റെ കൂടെ സ്ക്രീൻ ലൈക്ക് അഭിനയിച്ചു. അദ്ദേഹത്തിന്റെ ഒരു ഗംഭീര പെർഫോമൻസ് ആണ് സിനിമയിൽ നമ്മളെല്ലാവരും കണ്ടത്. പിന്നെ ഷമ്മി തിലകിന്റെ മകനെ അഭിമന്യു തിലക്, അങ്ങനെ ഒരു പുള്ളിയുടെ കഥാപാത്രം ഒരുപാട് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ആൻസൺ പോളിന്റെ റോൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. എങ്ങനെ അവരുടെ കൂടെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ജഗദീഷന്റെ കൂടെ ആദ്യമായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ജഗദീഷന്റെ കൂടെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ്റെ ഒരു ഡിസിപ്ലിനറി ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ്. സീൻസ് ആണെങ്കിലും ഡയലോഗ്സ് ആണെങ്കിലും എല്ലാം ഒരു ഡിസിപ്ലിനറി ആയിട്ടുള്ളൊരു അപ്രോച്ചാണ്. സോ അപ്പോൾ അതിൽ നിന്ന് കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. പിന്നെ അഭിമന്യുവിൻ്റെ കൂടെ ആദ്യമായിട്ടാണ്, അഭിമന്യുവിൻ്റെ ആദ്യം സിനിമയാണ്. അപ്പോൾ അവൻ്റെ ആ കുട്ടിത്തം വളരെ രസമാണ്. അവൻ്റെ കുട്ടിത്തവും കാര്യങ്ങളൊക്കെ, അവൻ ഇപ്പോഴും ഒരു കുട്ടിയാണ്. അപ്പോൾ അങ്ങനെ സ്ക്രീനിൽ ഭയങ്കര ഇതൊക്കെ ആണെങ്കിലും പക്ഷേ കുട്ടിത്തമാണ് അവൻ്റെ ഒരു സ്വഭാവം. അപ്പോൾ അതിൻ്റെ ഒരു രീതിയിൽ വളരെ രസമായിട്ട് നല്ല ഒരു ജേർണി ആയിരുന്നു. ഈ ഉണ്ണി മുകുന്ദന്റെ കൂടെയുള്ള എക്സ്പീരിയൻസ് ചെയ്യുന്നത്, കാരണം എനിക്ക് ഫസ്റ്റ് ഫിലിം ആണ് ഉണ്ണിയുടെ കൂടെ. അതെ അതെ, ഉണ്ണിയുടെ കൂടെ ആദ്യത്തെ സിനിമയാണ്. ഈ ആക്ഷൻ സീൻസും കാര്യങ്ങളും ഇതൊക്കെ ഒരുപാട് ചാലഞ്ചസും എല്ലാം സിനിമയിൽ നിങ്ങൾ ചെയ്തിട്ടുണ്ട്, എഫേർട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട് ഈ ആക്ഷൻ സീൻസുകൾ ചെയ്യുമ്പോഴത്തേക്കുള്ള ഒരു? എനിക്ക് ഉണ്ണിക്കായിട്ട് അങ്ങനെ വലിയ ആക്ഷൻ സീൻസ് ഇല്ല. പക്ഷെ ഞാൻ ഈ ലൊക്കേഷനിലൊക്കെയും ഞാൻ എൻ്റെ വേറെ സിനിമകളുടെ ഷൂട്ടില്ലാത്ത സമയത്തൊക്കെയും ഞാൻ ഈ സിനിമയുടെ ലൊക്കേഷൻസിലൊക്കെയും വന്നിട്ടുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ എനിക്ക് ഭയങ്കര സ്ട്രെയിനാണ്. ബേസിക്കലി ഞാനും ആക്ഷൻ സിനിമകൾ ചെയ്യാറുണ്ട്. അപ്പോൾ ആക്ഷൻ ചെയ്യുമ്പോൾ തന്നെ വളരെ സ്ട്രെയിൻഫുൾ ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. പക്ഷേ ഇതിനകത്ത് ഒരുപാട് ആക്ഷൻ ഉണ്ട് സിനിമയ്ക്കകത്ത്, ഒരുപാട്. പിന്നെ ഒരു സിംഗിൾ ഷോട്ട് ആക്ഷൻ സിനിമയുണ്ട്, ഒരു ആക്ഷൻ സീക്വൻസ് ഉണ്ട്. ആ സീക്വൻസൊക്കെ ചെയ്ത് ഭയങ്കര ബോഡി ടയറിങ് ആയിട്ടുള്ള ഒരു സാധനം വളരെ എഫേർട്ട് എടുത്ത് വളരെ രസമായിട്ട് അതിൻ്റെ വളരെ ഭംഗിയായിട്ടാണ് ചെയ്തേക്കുന്നത്. സോ കാണാൻ വളരെ രസമായിരുന്നു. അത് ചെയ്യുന്ന കാണാനും രസമായിരുന്നു. മേക്കിംഗ് വീഡിയോ കാണുമ്പോൾ നമുക്കും ഒരു അത്ഭുതമായിരുന്നു. ലൈക്ക് അത് എനിക്ക് തോന്നുന്നു അങ്ങനത്തെ ഒരു ആക്ഷൻ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ അങ്ങനത്തെ ഒരു ആക്ഷൻ പരിപാടി കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്കും ഭയങ്കര ഇൻസ്പിറേഷനുള്ള ഒരു മൊമെൻ്റ് ആയിരുന്നു ഉണ്ണി ചെയ്തേക്കുന്ന ഓരോ കാര്യങ്ങൾ. കേക്ക് എന്ന സിനിമയിലൂടെയാണ് സഹസംവിധാനമായിട്ട് വന്നിട്ട് സിനിമയിലോട്ട് എത്തുന്നത്. അപ്പോൾ ഒരു ജേർണി എങ്ങനെയുണ്ട് അവിടെ തൊട്ട് ഇപ്പോൾ ഈ മാർക്കോ വരെ എത്തി നിൽക്കുകയാണ്? എന്ത് തോന്നുന്നു? ലൈക്ക് രസമല്ലേ സിനിമയുടെ ഓരോരോ ഘട്ടങ്ങളിൽ ഇങ്ങനെ ഓരോരോ ഫേസിൽ കൂടെ പോകുക എന്നുള്ളതാണ്. അപ്പോൾ അതിനെ ഞാൻ എൻജോയ് ചെയ്യുന്നു. ഇനിയും ഒരുപാട് ഫേസുകൾ ഓഫ് സിനിമയുടെ പല ആ സിനിമയ്ക്ക് ശേഷം ഒരുപാട് ചാൻസുകൾ കിട്ടി. ഊഴത്തിൽ കിട്ടി. പിന്നെ റമോയിലാണ് കൂടുതലും തമിഴ് ഓഡിയൻസിന് കുറച്ചുകൂടി ഫെമിലിയർ. എൻ്റെ ആദ്യത്തെ സിനിമ റമോ ആയിരുന്നു. അപ്പം അങ്ങനെയാണ് തമിഴിലോട്ട് എനിക്കൊരു എൻട്രി കിട്ടുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ 90 ml എന്നൊരു പടം ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ തമ്പി ചെയ്തു. ഇപ്പോൾ മഴയിൽ നിന്ന് എഗ്രേൻ ഇപ്പോൾ 2-3 days ബാക്ക് റിലീസായി. പിന്നെ മലയാളത്തിൽ അങ്ങനെ കുറച്ച് സിനിമ. മലയാളം കൂടെ ശ്രദ്ധിക്കപ്പെടുന്ന മമ്മൂക്കയുടെ കൂടെ ചെയ്യുമ്പോഴാണ്. ഞാനിവിടെ അല്ലായിരുന്നു. ഞാൻ ശരിക്കും പറഞ്ഞാൽ ചെന്നൈയിലാണ് താമസമൊക്കെ. പക്ഷേ ഇപ്പോൾ ഒരു 4-5 മാസങ്ങൾക്ക് മുമ്പ് ഞാനിവിടെ ഒരു വീട് വാങ്ങിച്ചു. ഞാൻ ഇനിയിപ്പോൾ കൊച്ചി കാണും. ഒരുപാട് മലയാളം സിനിമകളിൽ എന്നെ കാണും. അബ്രാമിന്റെ സന്തതിയിലോട്ടൊരു എൻട്രി എങ്ങനെയായിരുന്നു? ലൈക്ക് മമ്മൂക്കയുടെ കൂടെ കാരണം ആൻസൺ അത്രയും ഒരുപാട് വേറെ യങ് ആക്ടേഴ്സ് ഉണ്ടെങ്കിലും ആൻസണ് തന്നെ ആ ഒരു കഥാപാത്രം കിട്ടി. അപ്പോൾ അതിലെന്തെങ്കിലും ഒരു തോന്നിയിട്ടുണ്ടോ? എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ക്യാരക്ടർ കിട്ടി, മമ്മൂക്കയുടെ അനിയനായിട്ട് ചെയ്യണം എന്നുള്ളൊരു ആ ഒരു ക്യാരക്ടർ എനിക്ക് എങ്ങനെ കിട്ടി എന്നൊരു തോന്നൽ? ശരിക്കും പറഞ്ഞാൽ ഹനീഫയ്ക്കാണ് എന്നെ റെഫർ ചെയ്യുന്നത്.
സോളോ എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ട് അങ്ങനെ ജസ്റ്റിൻ എന്ന് പറഞ്ഞ കഥാപാത്രം കണ്ട് പുള്ളിക്കാരനെ ഇഷ്ടപ്പെട്ടിട്ട് ഇങ്ങനെ എബ്രഹാമിൻ്റെ സന്തതികളിൽ ഒരു അനിയൻ്റെ റോള് ആസിഫ് അലി ആയിരുന്നു ചെയ്യായിരുന്നത്. അപ്പോൾ ആസിക്ക ആ സമയത്ത് വേറൊരു പടം ചെയ്തുകൊണ്ടിരിക്കുന്നു, ബിടെക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ടൊവിക്ക് പോയി. ടൊവിയും വേറെ ഏതോ പരിപാടികളൊക്കെയും ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ വിജയ് ബാബുവേട്ടൻ എന്നെ വിളിച്ച് പറയുന്നത് ഇങ്ങനെ എൻ്റെ നമ്പർ ചോദിച്ചിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് ആടട്ടോ ചെയ്യുന്ന സമയത്ത്. അപ്പം അങ്ങനെ അണലി സാബു എന്ന് എബ്രഹാമിൻ്റെ സന്തതികളിൽ ഫിലിപ്പ് എബ്രഹാമായി മാറിയത്. എങ്ങനെയുണ്ട് മമ്മൂക്കയുടെ കൂടെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? ഗംഭീര എക്സ്പീരിയൻസ് ആണ്. മമ്മൂക്കയുടെ കൂടെ എത്രമാത്രം പറഞ്ഞാലും അത് മതിയാവത്തില്ല. ചിലപ്പോൾ ഇനിയൊരു ഇൻ്റർവ്യൂ മണിക്കൂറുകളെടുത്ത് സംസാരിക്കാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. മമ്മൂക്കയുടെ അടുത്ത് 83 days ഞാൻ പുള്ളിക്കാരൻ്റെ കൂടെ തന്നെ എല്ലാ ദിവസവും എനിക്കും തന്നെ മമ്മൂക്കനെ കാണാനൊന്ന് പറ്റുമല്ലോ എന്നുള്ളൊരു സംഭവം സന്തോഷത്തിലാണ്. അപ്പം അങ്ങനെ വളരെ രസമായിരുന്നു. വളരെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. ഇനിയും ഒരുപാട് സിനിമകൾ മമ്മൂക്കയുടെ കൂടെ ചെയ്യണമെന്നുണ്ട്. ഇപ്പോൾ മമ്മൂക്ക ചെയ്യുന്ന സിനിമകളൊക്കെയും വേറെ ഒരു ആക്ടിങ്ങിൻ്റെ തന്നെ വേറൊരു പെർഫോമൻസിൻ്റെ നെക്സ്റ്റ് ലെവലായിട്ടാണ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെയൊക്കെ ഒരു ഭാഗമാവാൻ എനിക്കും ആഗ്രഹമുണ്ട്. ഈ അബ്രാന്റെ സന്തതികൾക്ക് മുമ്പ് തോന്നുന്നു സൂസു സുദീപാത്മീകം ആ സിനിമയിൽ ഒരു വേഷം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് എത്തുന്നത് വിജയബാബുവിന്റെ ഒരു സെലക്ട് ചെയ്തിട്ടാണല്ലോ ഈ സിനിമയിലേക്ക് എത്തുന്നത്. അതിനകത്ത് എത്തുന്നത് ജയേട്ടനാണ് വിളിക്കുന്നത്. ജയേട്ടൻ എന്നെ ഒരു അതിനകത്ത് ക്യാരക്ടറിന്റെ പേര് വിജയബാബു എന്നാണ്. അപ്പോൾ അങ്ങനെ ജയേട്ടനാണ് എന്നെ ആ സിനിമയിലോട്ട് വിളിച്ചു വയ്ക്കുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ എന്നെ ഒരു ഫിലിം ഫെയർ അവാർഡ്സിൽ വെച്ച് കണ്ടിട്ടുണ്ട്, പിന്നെ ജിമ്മിൽ ഒരു പ്രാവശ്യം വെച്ച് കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ എന്നെ കണ്ടിട്ട് വിളിക്കുന്നതാണ് ആ സിനിമയിലോട്ട്. അപ്പം അങ്ങനെയാണ് വിജയബാബു എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്യുന്നത്. ആ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ ഒരുപാട് ഈ ലൈക്ക് ഒരു ഹെൽത്ത് കണ്ടീഷൻ ഹാർട്ടിൽ പ്രോബ്ലം ഉള്ളൊരു ക്യാരക്ടറായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ മറ്റേ ഞാൻ മുമ്പൊരു ഇൻ്റർവ്യൂ കണ്ടു, ആൻസൺ ഇതുപോലൊരു ഹെൽത്ത് കണ്ടീഷനിൽ നിന്ന് ഓവർകം ചെയ്താണ് ഇവിടെ വരെ എത്തിയത്. ഞാൻ സിനിമ വരുന്നേക്ക് മുമ്പ് എനിക്കൊരു ബ്രെയിൻ ട്യൂമർ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഓവർകം ചെയ്തു. അത് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് എന്നെപ്പോലെ ഒരുപാട് പേർക്ക് നമ്മൾ ഈ സിനിമയിൽ വന്നിട്ട് ഇതിനെ പറ്റിയിട്ട് നമുക്കിങ്ങനെ ഉണ്ടായെന്ന് പറയേണ്ട ആവശ്യമില്ല. എന്നെക്കാളും ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും നേരിടുന്ന ഇപ്പോഴും ഒരുപാട് പേര് അവിടെ ഉണ്ട്. നമ്മൾ ഈ ഇന്റർവ്യൂ കാണുന്ന ആൾക്കാർ തന്നെയുണ്ട്. ഞാൻ അതിനകത്തൊരു ചെറിയൊരു സാധനം, എനിക്കൊരു ചെറിയൊരു ബ്രെയിൻ ട്യൂമർ ഉണ്ടായിരുന്നു. ഒരു 57 സ്റ്റിച്ച് ഉണ്ട് കേട്ടോ ബാക്കിൽ, ചെറുതെന്ന് പറഞ്ഞാൽ. പക്ഷേ എനിക്കൊക്കെ എന്നെക്കാളും കൂടുതൽ പ്രശ്നങ്ങളിൽ കൂടെ പോകുന്ന ആൾക്കാരൊക്കെയും തന്നെയായിരുന്നു എൻ്റെ ഇൻസ്പിറേഷൻസ്. പിന്നെ നമ്മൾ പ്രപഞ്ചത്തിലൊരു വിശ്വാസം ഉണ്ടല്ലോ, നമുക്ക് എന്തെങ്കിലും ഒക്കെ അവിടെ നിന്ന് അറിയാതെ നടക്കത്തില്ലല്ലോ ഒരു പരിപാടിയൊക്കെ. പറയുന്നത് കേട്ട് ഈ രോഗാവസ്ഥ ഉണ്ടായിരുന്ന സമയത്താണ് എനിക്ക് തോന്നിയത് ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ ട്രാവൽ ചെയ്തു. അതെ അതെ അതെ. ഞാനപ്പോൾ എനിക്ക് കുറച്ച് സിനിമയിൽ അഭിനയിക്കണം എന്നുള്ള ആഗ്രഹം, സിനിമയിൽ അഭിനയിക്കുക എന്നുള്ള ആഗ്രഹം പണ്ട് തുടങ്ങിയിട്ടുണ്ട്. ചെറുപ്പം തുടങ്ങിയിട്ടേ ഉള്ളതാണ്. ഞാൻ ചെന്നൈയിൽ പഠിക്കുമ്പോൾ തുടങ്ങിയിട്ട് സ്കൂളിംഗ് അവിടെയായിരുന്നു. അപ്പം അങ്ങനെ ചെറുപ്പം തുടങ്ങിയിട്ടേ എൻ്റെ കൂട്ടുകാരും അല്ലെങ്കിൽ എന്നെ ചുറ്റിയുള്ള ആൾക്കാരെല്ലാം സിനിമയിലത്തെ ആൾക്കാരായിരുന്നു. ഇപ്പോൾ കൂട്ടുകാരുടെ അച്ഛന്മാരും അല്ലെങ്കിൽ അവരുടെ ഫാമിലി എല്ലാം സിനിമയിലത്തെ ആൾക്കാരായിരുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പോകുന്ന സ്ഥലങ്ങളിലൊക്കെയും സിനിമ ആയിരുന്നു ചർച്ച. അപ്പം എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ തന്നെ സിനിമയായിരുന്നു. ഞാൻ പഠിച്ചു വളർന്ന സ്ഥലം സാലിഗ്രാമം, കോടമ്പാക്കം എന്ന് പറഞ്ഞ സ്ഥലത്തൊക്കെയാണ്. അപ്പം അവിടെ മൊത്തം സിനിമ ആൾക്കാരാണ്. ചെറിയ കടകളിൽ പോയാൽ പോലും അവിടെ പുറകെ നിൽക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഹോട്ടലിൽ പോയി കഴിക്കാനിരിക്കുന്ന സമയത്ത് അവിടുത്തെ വെയിറ്റേഴ്സൊക്കെയും സിനിമയിൽ എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ സിനിമയ്ക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇപ്പോഴും എൻ്റെ പുറകിലെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എപ്പോഴും സിനിമ, സംസാര, ചർച്ച വിഷയങ്ങളാണ്. അപ്പം അങ്ങനെ എനിക്ക് എന്നെ വലിയൊരു സ്ക്രീനിൽ കാണാൻ വളരെ ആഗ്രഹമായിരുന്നു. അപ്പോൾ ഈ സർജറി വരുന്ന സമയത്ത് നമുക്കറിയത്തില്ലോ ജീവിക്കുമോ മരിക്കുമോ എന്ന് നമുക്കറിയത്തില്ലോ. അപ്പം ഇനി എങ്ങാനും ജീവിക്കുവാണെങ്കിൽ ഒരു സീനിലെങ്കിലും അഭിനയിക്കണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ആ ആഗ്രഹം നടന്നു. അങ്ങനെ ഒരു നടനായി. ഇനിയിപ്പോൾ ഒരു സ്റ്റാർ ആവണം, ഇനിയൊരു ബാങ്കബിൾ സ്റ്റാർ ആവണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ മുമ്പിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ സിനിമകളിലോട്ട് വരുവാണെങ്കിൽ ഈ മെക്സിക്കൻ അബാർ എന്ന സിനിമയ്ക്ക് ശേഷം ടോം വിട്ട് ഡയറക്ടർ സിനിമയാണ് ഗാംബ്ലർ. അപ്പോൾ ഈ മിന്നൽ മുരളിക്കൊക്കെ മുൻപ് മലയാളത്തിലൊരു ഫസ്റ്റ് സൂപ്പർ ഹീറോ ഫിലിം എന്ന് പറഞ്ഞൊരു ലേബലിലെത്തിയൊരു സിനിമയാണ് ഗാംബ്ലർ. അതിൻ്റെ ഫസ്റ്റ് പോസ്റ്ററും ടീസറൊക്കെ ഭയങ്കര ആക്സെപ്റ്റൻസും സംസാരമായിരുന്നു. പക്ഷേ സിനിമ റിലീസായിട്ട് ശേഷം ഒരുപാട് ക്രിട്ടിക്കലി ഒരു വിജയം കിട്ടിയില്ല. അപ്പോൾ അതിൻ്റെ ഒരു വിഷമോ എന്താ പറയുക, അതിൻ്റെ ഒരു ബേസിക്കലി എൻ്റെ മുൻകാല ആ സിനിമയുടെ ഇൻ്റർവ്യൂസും കാര്യങ്ങളിലൊക്കെ ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് ഒരു സൂപ്പർ ഹീറോ സിനിമയല്ല. ബേസിക്കലി അതിനെ സൂപ്പർ ഹീറോ സിനിമയായിട്ട്
അതിൻ്റെ മാർക്കറ്റിംഗ് ചെയ്ത ആൾക്കാരായിരിക്കാം, ചിലപ്പോൾ അതിൻ്റെ പോസ്റ്റേഴ്സ് ഡിസൈൻ ചെയ്തത് അങ്ങനെ ആയിരിക്കാം. അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്ത് ഉണ്ടാക്കിയത്. പക്ഷേ ആ സിനിമ എവിടെയും ഒരു സൂപ്പർ ഹീറോ സിനിമയാണെന്ന് പറഞ്ഞിട്ട് ഞാൻ പറയാൻ ആഗ്രഹിച്ചിട്ടുമില്ല. അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തുക്കളാണെങ്കിലും അല്ലെങ്കിൽ ഞാൻ മൂല്യം അത് പ്രൊമോട്ട് ചെയ്യപ്പെട്ട സമയത്തും ദുൽഖർ അതിനെ പറ്റിയിട്ട് ഒരു ട്രെയിലർ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്തും ഒരു എലമെൻറ്റ് ഓഫ് സൂപ്പർ ഹീറോ എന്ന് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇറ്റ്സ് നോട്ട് എ സൂപ്പർ ഹീറോ. അതൊരു സൂപ്പർ ഹീറോ സിനിമ അല്ലായിരുന്നു. അപ്പോൾ നമ്മൾ ആൾക്കാരുടെ അടുത്ത് എന്താണോ പറയുന്നത്, ഇപ്പോൾ ഓഡിയൻസിൻ്റെ അടുത്ത് നമ്മൾ സൂപ്പർ ഹീറോ സിനിമ എന്ന് പറഞ്ഞിട്ട് അതിനെ ഫീഡ് ചെയ്തിട്ട്, ഇപ്പം ഞാനന്ന് സംസാരിക്കുന്ന സമയത്ത് അത്രയും പേര് കേട്ടിട്ടുണ്ടോ ഇല്ലയെന്ന് എനിക്കറിയത്തില്ല. ഞാൻ സൂപ്പർ ഹീറോ സിനിമ അല്ല എന്ന് പറയുന്നത് എത്ര പേർക്ക് മനസ്സിലായിട്ടുണ്ടോ ഇല്ലയെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ നമ്മൾ ഓഡിയൻസിൻ്റെ അടുത്ത് എന്താണോ പറയുന്നത് അത് എക്സ്പെക്റ്റ് ചെയ്തിട്ടാണ് അവർ പോകുന്നത്, അല്ലേ? അപ്പം അങ്ങനെ ഓഡിയൻസ് സൂപ്പർ ഹീറോ സിനിമയായിരിക്കും എന്ന് വിചാരിച്ച് അതിനെ എക്സ്പെക്റ്റ് ചെയ്ത് പോയിട്ട് അതിൽ നിരാശപ്പെട്ട ആൾക്കാരാണ്. അത് OTT-യിൽ വന്നപ്പോൾ ആൾക്കാർ അത് കണ്ടിട്ട് വളരെ നല്ലൊരു ഇതിനെ ഗാംബ്ലർ എന്നല്ലാണ്ട് ഇതിനെ ഒരു ഫാമിലി മാൻ എന്നിട്ടുണ്ടെങ്കിൽ ഗംഭീരമായേനെ എന്ന് വിചാരിച്ചത്. ബിക്കോസ് ഞാൻ അബ്രഹാമിൻ്റെ സന്തതി കഴിഞ്ഞിട്ടും ചെയ്യുന്ന ഒരു സിനിമയാണ്. അപ്പോൾ ശരിയാണ്, ആൻസന്റെ ഒരു ഗ്രാഫ് അത്രയും മമ്മൂക്കയുടെ കൂട്ട് സിനിമ കഴിഞ്ഞ് നിൽക്കുമ്പോൾ ഗാംബ്ലർ ഒരു സൂപ്പർ ഹീറോ മൂവി എന്ന് പറയുമ്പോൾ ആൾക്കാർ ഒരുപാട് എക്സ്പെക്ട് ചെയ്ത്. അതെ. അപ്പോൾ ഇറ്റ്സ് പബ്ലിസിറ്റി ഇൻ എ റോങ് വേ, തെറ്റാണ്. ഇപ്പോൾ നമ്മൾ മാർക്കോനകത്തും നമ്മൾ പബ്ലിസിറ്റി ചെയ്തത് ഇറ്റ്സ് എ വയലന്റ് മൂവി എന്ന് പറഞ്ഞിട്ടാണ്. അങ്ങനെ പറഞ്ഞിട്ട് പബ്ലിസിറ്റി ചെയ്തിട്ട് അത് തന്നെയാണ് ആൾക്കാരെ കൊടുത്തത്. അപ്പോൾ ആൾക്കാർ ആക്സെപ്റ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ എന്താണ് പബ്ലിസിറ്റി ചെയ്യുന്നത്, ആ പബ്ലിസിറ്റി ചെയ്യുന്ന സംഭവം തന്നെ ആൾക്കാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെയാണ്. നമ്മളൊരു സാധനം പബ്ലിസിറ്റി ചെയ്തിട്ട് ആ സാധനം എല്ലാ ആൾക്കാർക്ക് കിട്ടുന്നതെന്ന് വെച്ചാൽ ആരാണെങ്കിലും തിരിച്ച് പറയത്തില്ലേ. നമ്മൾ ബിരിയാണി കഴിക്കാൻ പോയിട്ട് ലാസ്റ്റ് അവിടെ കഞ്ഞിയും പയറും കിട്ടുവാണെങ്കിൽ ആൾക്കാരെ പറയുന്ന ഒരു സാധനം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ആൾക്കാരുടെ അടുത്ത് എനിക്ക് ഒരു പ്രയാസമല്ല. പക്ഷെ എല്ലാവരും OTT-യിൽ കണ്ടിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഓരോ സിനിമകൾക്കും ഓരോ വിധികളാണ്. അപ്പോൾ അത് നമ്മൾ പാഠങ്ങൾ പഠിക്കുന്നു. അപ്പോൾ അത് ഓരോരോ എക്സ്പീരിയൻസ് ആണ്. ആ എക്സ്പീരിയൻസിൽ നിന്ന് കാര്യങ്ങൾ പഠിക്കുന്നു, നമ്മൾ മുമ്പിലോട്ട് പോകുന്നു, അടുത്തടുത്ത പരിപാടികൾ ചെയ്യുന്നു. അതുകൊണ്ട് അവിടെ വീണയുടെ സ്ഥലത്ത് തന്നെ നമുക്ക് കിടന്നിട്ട് കാര്യമില്ലല്ലോ. അതുപോലെ അത് കഴിഞ്ഞ് ചെയ്തൊരു സിനിമ റാഫേൽ മകൻ കോര ഒരു ചിത്രം ചെയ്തിരുന്നു. അതിലും ഇതുപോലൊരു അതിൻ്റെ സംവിധായകനാണെങ്കിൽ ഒരു വിവാദം, ലൈക്ക് റിവ്യൂ ബോംബിങ്ങിന് എനിക്ക് തോന്നുന്നു ആ സിനിമയിലൂടെയാണ് റിവ്യൂ ബോംബിംഗ് എന്ന് പറഞ്ഞ ഒരുപാട് റിവ്യൂ ചെയ്യുന്നവർക്കെതിരെ ഒരുപാട് സംസാരം ഇൻഡസ്ട്രി തന്നെ ഉണ്ടായി. അപ്പോൾ ആ സിനിമയിലൂടെ നിങ്ങൾ, എനിക്ക് തോന്നുന്നു അത് നിങ്ങൾക്ക് ഒരു വിജയമായിട്ട് തോന്നുന്നുണ്ടോ? ലൈക്ക് ഇങ്ങനെ റിവ്യൂ ബോംബിംഗ് എന്ന് പറഞ്ഞൊരു സംഭവം മലയാള സിനിമയിലുണ്ട്. കാരണം സിനിമ കാണാതെ റിവ്യൂ ചെയ്യുന്നു, നെഗറ്റീവ് എന്ന് പറയുന്നു. ഡയറക്ടർ രംഗത്തിറങ്ങി ഒരുപാട് സംസാരിച്ചാണ്. അപ്പോൾ ആ സമയത്ത് ആൻസൺ പ്രസ് മീറ്റിലുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് ഈ റിവ്യൂ ബോംബിംഗ്, ലൈക്ക് റിവ്യൂസിനെ പറ്റി എന്താണ് ആൻസൻ്റെ ഒരു അഭിപ്രായം? എൻ്റെ ഒരു അഭിപ്രായം, നമ്മുടെ വ്യക്തിപരമായിട്ടുള്ളൊരു അഭിപ്രായം നമ്മൾ എല്ലാവരുടെ അടുത്തും ഇപ്പോൾ അത് പറഞ്ഞ് അടിച്ചേൽപ്പിക്കണമെന്നില്ല. പക്ഷേ ഇപ്പം നല്ല കാര്യമാണെങ്കിൽ നമുക്ക് ഇപ്പോൾ എപ്പോഴും ഒരു ഇൻഡസ്ട്രി നിലനിൽക്കാൻ നമുക്ക് ഒരു സംഭവം വേണം. എന്നുവെച്ചാൽ സിനിമ ഇപ്പോൾ റിലീസാക്കുന്ന തന്നെ വലിയൊരു പ്രയാസമുള്ളൊരു കാര്യമാണ്. പിന്നെ സിനിമ റിലീസായി പിന്നെ തിയേറ്ററിൽ ഓടി ആ പ്രൊഡ്യൂസറിന് തിരിച്ച് ആ പൈസ കിട്ടാന്നൊക്കെ പറയുന്നത് വലിയൊരു കാര്യമാണ്. പക്ഷേ ഇപ്പോഴത്തെ സിനിമകൾ ആൾക്കാർ ഏത് ചിന്താഗതിയിലാണ് വന്ന് കാണുന്നതെന്നും നമുക്കറിയത്തില്ല. ഇപ്പോൾ ഓരോരോ ആൾക്കാരുടെ ചിന്താഗതികൾ ഓരോ സിനിമകൾ കാണുമ്പോൾ എങ്ങനെയായിരിക്കും എന്നറിയില്ല. ആ ഒരു ചിന്താഗതി വെച്ച് നമ്മൾ അതിനെപ്പറ്റി പറയുന്നതും കാര്യങ്ങളൊക്കെയും കുറച്ച് ദിവസങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് നമ്മൾ ചെയ്യാതിരിക്കുക. പിന്നെ ഇപ്പോൾ ഫോൺ എടുത്തിട്ട് എന്ത് വേണമെങ്കിൽ പറയാം എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് ബേസിക്കലി പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറയാൻ ശ്രമിക്കുക. അതല്ലേ നമ്മൾ നോക്കേണ്ടത്. നമുക്കിപ്പോൾ നെഗറ്റീവ് ഒരാളെ പറ്റിയിട്ട് പറഞ്ഞ് ഒരു സംഭവത്തിനെ പറ്റി നമ്മൾ നെഗറ്റീവായിട്ടുള്ളത് പറഞ്ഞിട്ട് നമുക്ക് നെഗറ്റീവിനെ കുറച്ചും കൂടി കൂടുതൽ പ്രോത്സാഹിപ്പിക്കാതെ പോസിറ്റീവായിട്ട് അതിനകത്ത് 10-ൽ ഒരു രണ്ട് പോസിറ്റീവായിട്ടുള്ള കാര്യം ഉണ്ടെങ്കിൽ ആ 2 പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ പറയാൻ ശ്രമിക്കുക. നമ്മൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, പോസിറ്റീവായിട്ട് ചിന്തിക്കുക. അപ്പോൾ പോസിറ്റിവിറ്റി സ്പ്രെഡ് ആവും, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നടക്കും. അതുകഴിഞ്ഞിട്ട് പിന്നെ ഓരോരോ ആൾക്കാരുടെ ഇഷ്ടമല്ലേ അത് കാണണോ വേണ്ടേ എന്നുള്ളതൊക്കെ അവരുടെ ഇഷ്ടമാണ്. അവരങ്ങനെ എടുക്കട്ടെ എന്നുള്ള രീതിയിൽ നമ്മൾ നെഗറ്റീവ് സ്പ്രെഡ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത്. ഈ സിനിമകളുടെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് ആൻസൺ എടുക്കേണ്ടി വന്നെന്ന് പറയുന്നുണ്ട്. ലൈക്ക് ഒരുപാട് നാൾ പല സിനിമയിലൊന്നും കണ്ടില്ല, എവിടെയായിരുന്നു അത്രയും? അങ്ങനെ ഞാൻ ഒന്നാമത്തെ കാര്യം കോവിഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഞാൻ ചെറിയ എൻ്റെ പേഴ്സണലായിട്ടുള്ള യാത്രകളും കാര്യങ്ങളിലൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഒരു 23-ൽ തിരിച്ച് മലയാളം സിനിമയിൽ വന്നു. 2019-ൽ പോയതാണ്. 2023-ൽ ഞാൻ തിരിച്ചെത്തി. ഇവിടെ ഉണ്ടാവും. മാർക്കോയിലൂടെ അതെന്തായാലും പ്രേക്ഷകർക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ മാർക്കോയിലൂടെ തിരിച്ചെത്തുവാണെങ്കിൽ ഇത്രയും വലിയൊരു ടെക്നിക്കൽ ടീമുണ്ട് മാർക്കോയ്ക്ക്. ലൈക്ക് മ്യൂസിക് ചെയ്താണെങ്കിലും KGF മ്യൂസിക് ഡയറക്ടർ, ബീബർ സ്റ്റോർ, ആക്ഷൻ, കലെ കിങ്സൺ,
ഡയറക്ടർ ചെയ്തിരിക്കുന്നത് ഹനീഫ് അദേനി. ഇപ്പോൾ ഹനീഫ് അദേനി എന്നുള്ള ഡയറക്ടറിൻ്റെ മുൻപുള്ള 2 ചിത്രങ്ങൾ ഇപ്പോൾ എന്താ പറയുക, ഈ ബോസ് ആൻഡ് ഗോ അങ്ങനെ ചിത്രങ്ങളൊക്കെ ഒരു ചെറിയ പരാജയം സ്വീകരിച്ചൊരു ചിത്രമാണ്. അപ്പോൾ അതിനുശേഷം വരുന്നൊരു ചിത്രമാണ് മാർക്കോ. അപ്പോൾ നിങ്ങളിത് റിലീസിന് മുമ്പ് ഇതെങ്ങനെയായിരുന്നു, പ്രതീക്ഷയുണ്ടായിരുന്നു ലൈക്ക് മാർക്കോൻ്റെ സ്റ്റാർട്ടിങ് തുടങ്ങിയിട്ട് ഇച്ചാക്കയ്ക്ക് ഭയങ്കര ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതിന് വേണ്ടിയിട്ട് എല്ലാവരും വർക്ക് ചെയ്തു കേട്ടോ. അപ്പോൾ ഇച്ചാക്ക വർക്ക് ചെയ്തു, അത് കഴിഞ്ഞിട്ട് പിന്നെ ഹനീഫിക്ക, ഉണ്ണിയാണെങ്കിലും എല്ലാവരും ഇതിന് വേണ്ടിയിട്ട് എല്ലാ ടെക്നീഷ്യൻസും റൈറ്റ് ഫ്രം സൗണ്ട് തുടങ്ങിയിട്ടാണെങ്കിലും എവ്രി വൺ, ക്യാമറ, സ്റ്റണ്ട്, എല്ലാവരും നല്ല രീതിയിൽ തന്നെ ആർട്ടിൻ്റെ ചൊല്ലിട്ടാണെങ്കിൽ എല്ലാവരും വളരെ 100% ഇൻപുട്ട് ഇട്ടിട്ട് തന്നെ വർക്ക് ചെയ്തൊരു സാധനമാണ്. അപ്പോൾ എല്ലാവരുടെയും ഒരു സംഭവം പോസിറ്റീവായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ അത് പോസിറ്റീവായിട്ട് വരാൻ വേണ്ടിയിട്ടല്ലേ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നത് എല്ലാവരുടെ ഒരു എനർജിയാണ് തന്നെയാണ് ഈ സിനിമ ഇത്രയും ഗംഭീര വിജയവാക്കിയെന്ന് തോന്നുന്നു. അപ്പോൾ എല്ലാവരുടെയും ഒരു വിഷൻ കറക്റ്റായിരുന്നു എന്ന് തോന്നുന്നു. യെസ്. ഈ തമിഴിലോട്ട് വരുവാണെങ്കിൽ റമോവാണ് ആദ്യം ചെയ്ത സിനിമ. അതിനുശേഷം 90 ML എന്ന് പറഞ്ഞ സിനിമ ചെയ്തു. ഇപ്പോൾ പുതിയതായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് മഴയിൽ നനകരി. അത് റിലീസായി പോയി 27-ാം തീയതി റിലീസായി. അത് കുഴപ്പമില്ലാതെ ഇറ്റ്സ് എ ലവ് സ്റ്റോറി, 90s ലവ് സ്റ്റോറി പോലത്തെ ഒരു ലവ് സ്റ്റോറിയാണ്. ഈ തമിഴ് സിനിമകളാണോ മലയാള സിനിമകളാണോ ഒരു ആൻസന്റെ ഒരു ഇത് വെച്ചിട്ട് ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്? എനിക്ക് മലയാളത്തിൽ അഭിനയിക്കണമെന്നാണ് കൂടുതൽ ഇഷ്ടം, തമിഴിൽ അഭിനയിക്കണമെന്നാണ് കൂടുതൽ ഇഷ്ടം. നടനാവുമ്പോൾ എനിക്ക് ഏത് ലാംഗ്വേജും കുഴപ്പമില്ല. ഭാഷകൾ ഒരു ബൗണ്ടറി എല്ലാവരും, ഒരു ലിമിറ്റേഷൻ അങ്ങനെ ഞാൻ ലിമിറ്റ് ചെയ്യുന്നില്ല. എനിക്ക് ക്യാരക്ടേഴ്സും എക്സൈറ്റ് ചെയ്യുന്ന ക്യാരക്ടേഴ്സും വ്യത്യസ്തമായിട്ട് തന്നെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പിന്നെ അതിനകത്ത് തന്നെ നമ്മളെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ, ഇതിനകത്ത് എന്തൊക്കെയും ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു എക്സ്പ്ലോറേഷനാണ്. പിന്നെ അത് ആൾക്കാർ ഏതൊക്കെയാണ് അവർക്ക് ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ അതും എൻ്റെ അടുത്ത് പറയാറുണ്ട്. അതിൻ്റെ ക്രിറ്റിസിസംസും വരാറുണ്ട്, അതിൻ്റെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും വരാറുണ്ട്. അപ്പോൾ അതിനെ ഞാൻ വളരെ രസമായിട്ട് എടുക്കുന്നു. അപ്പോൾ അങ്ങനെ എൻ്റെ ഒരു ജേർണി അങ്ങനെയാണ്. കാരണം ചെന്നൈയിൽ പഠിച്ച് വളർന്ന ഒരാൾ കൂടുതലും തമിഴായിരിക്കും കൂടുതലും സംസാരിക്കുക അല്ലേ? തമിഴും മലയാളം രണ്ടും. തമിഴും നന്നായിട്ട് ഞാൻ സംസാരിക്കും, പഠിച്ചു വളർന്നതെല്ലാം അവിടെയാണ്. അപ്പോൾ തമിഴ് സിനിമയിലും ഒരുപാട് അവസരങ്ങൾ, തമിഴ് സിനിമകൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ശരിക്കും ചെന്നൈയിൽ നിന്നാണ് ഇവിടെ വന്ന് സിനിമ ചെയ്യാറ്. ഇനി ഇവിടുന്ന് അവിടെ പോയി സിനിമ ചെയ്യാം. ഞാൻ കൊച്ചിയിൽ ഇപ്പോൾ ഒരു വീട് വാങ്ങിച്ചിട്ട് ഇവിടെ താമസം, സ്വന്തം വീട് വാങ്ങിച്ചു. പിന്നെ മാർക്കോ പോലെ ഒട്ടനവധി സിനിമകൾ, ഒട്ടനവധി കഥാപാത്രങ്ങൾ ഇനി ആൻസർ ലഭിക്കട്ടെ. നേരത്തെ പറഞ്ഞ ഒരു ബാങ്കബിൾ ആക്ടർ, ഒരു സ്റ്റാർ ആവട്ടെ. അപ്പം അത് ആഗ്രഹമാണ്. അപ്പം അങ്ങനത്തെ അതിനൊക്കെയല്ലേ നമ്മൾ ഇവിടെ വന്ന് വർക്ക് ചെയ്യുന്നത്, ഇതിന് വേണ്ടിയിട്ടൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഒരു ബാങ്കബിൾ ആക്ടർ ആവാം. ഓക്കെ, നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ടും നിങ്ങളുടെ എല്ലാവരും പ്രയാസവും ഉണ്ടാവട്ടെ. അതുപോലെ തന്നെ എനിക്കും അതിന് വർക്ക് ചെയ്യാനും ഹാർഡ് വർക്ക് ചെയ്യാനും ഒക്കെ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നമ്മോടൊപ്പം ചേർന്ന് താങ്ക് യു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.